വിളിച്ചാൽ എനിക്ക് മനസ്സിലായി സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും കഴിഞ്ഞപ്പോൾ. അത് മാത്രമല്ല, രാജേഷ് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല. ഇന്ന് യഥാർത്ഥത്തിൽ 5 മണിക്ക് പരിപാടിക്ക് എത്തിച്ചേരാന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ നമ്മുടെ തൃശ്ശൂർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജേക്കബ് ചുണ്ടു അദ്ദേഹത്തിന്റെ മരണശേഷം ഭൗതിക ശരീരത്തിൽ കോഴിക്കോട് കൊണ്ടുവന്ന് നമ്മുടെ ദേവഗിരി കോളേജിൽ പൊതുദർശനത്തിന് വെച്ച് 4:30 മണിക്ക്. അപ്പൊ അവിടെയുള്ള ജനപ്രതിനിധികളും ഞാൻ ഈ ജില്ലയിലുള്ള പൊതുപ്രവർത്തന ജനപ്രതിനിധികൾക്ക് ഞാനും കൂടെ അവിടെ പോകേണ്ട ഒരു സാഹചര്യം വന്നുകൊണ്ട് ടൈമിങ്ങിന്റെ കാര്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു. അപ്പൊ തന്നെ വിളിനെ വിളിച്ചു, നമുക്ക് ചെറിയൊരു മാറ്റം വേണം. അപ്പോഴെന്ന് പറഞ്ഞു, ഞങ്ങള് വെറും നിങ്ങളെ പരിപാടി മാത്രമല്ല, ഞങ്ങൾക്ക് കലാപരിപാടി ഉണ്ട്, ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവും, അവിടെ ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ടാന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോ ഇത്രയാളല്ല, ഇതിനേക്കാൾ ആൾ പുറത്തുമുണ്ട്. വലിയ ആൾക്കൂട്ടം. ഈ നാടിന്റെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ നേരത്തെ പ്രിയപ്പെട്ട അപ്പു പറയുന്നില്ല, പ്രിയപ്പെട്ട അപ്പു നമ്മുടെ പഞ്ചായത്ത് ദിവസങ്ങളൊക്കെ പറഞ്ഞ പോലെ നാടിന്റെ ഒരു നല്ല കാര്യത്തിന് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിറങ്ങുന്നത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും പ്രചോദനമാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. ആദ്യം നിങ്ങളെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മെമ്പറെ നല്ല നയചാതുര്യം ഉണ്ട്. എവിടുന്ന ഫണ്ട് മേടിക്കേണ്ടത്, എങ്ങനെയാണ് മേടിക്കേണ്ടത്, എങ്ങനെ ഉദ്ഘാടനം വെക്കേണ്ടത്, എങ്ങനെ അടുത്ത ഫണ്ട് ചോദിക്കേണ്ടത്, എങ്ങനെ അത് മേടിക്കേണ്ടതിനെ സംബന്ധിച്ച് നല്ല അറിവുണ്ട്. എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ധാരണ ഉണ്ടാക്കി തോന്നുന്നുണ്ട്. അധ്യക്ഷ പ്രസിഡന്റിനോടുകൂടെ അത് പറയിപ്പിക്കാനുള്ള തീരുമാനം മാത്രമല്ല. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ പറ്റി പറഞ്ഞപ്പോ, ശശിയേട്ടനെ പറ്റി പറഞ്ഞപ്പോ പറയാം, എന്റെ ശശിയേട്ടനാണ് മറ്റേ മെമ്പർ സ്വാഗതം പറയുമ്പോൾ പറഞ്ഞത്. അപ്പം എല്ലാവരും കൂടെ ചേർന്ന് നാടിന്റെ വികസന കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിലും ജാതിമതങ്ങൾക്കൊക്കെ അതീതമായി കുടിവെള്ളത്തിന്റെ പ്രാധാന്യം പറയാത്ത നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഒരു സംഗമം തീർത്തു. ഞാൻ ആദ്യം പ്രിയങ്കരനായ നമ്മുടെ MP ആയിരുന്ന മുരളിയേട്ടനാണ് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ, ഇല്ല അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ അന്നത്തെ തീരുമാനത്തിന് ഈ വേദിയിൽ വെച്ച് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 25 ലക്ഷം രൂപ ഒരു വാർഡില് ഫണ്ട് കൊടുക്കാൻ എത്ര പ്രയാസമാണെന്നുള്ളത് എനിക്ക് MP ആയപ്പോഴാണ് മനസ്സിലായത്. ഞാൻ MLA ആയിരുന്നപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 3 പഞ്ചായത്തിൽ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നു. ആകെ രായി, കണ്ണാടി, മാത്തൂർ, പാലക്കാട് മുനിസിപ്പാലിറ്റി. ഈ 3 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി കൂടി 104 വാർഡേ ഉള്ളൂ. 4 കൂടെ 104 വാർഡേ ഉള്ളൂ. അപ്പൊ 104 വാർഡ്, അതിന് MLA ഫണ്ട് 1 കോടി, MLA ആസ്തി വികസന ഫണ്ട് 5 കോടി. അപ്പൊ തന്നെ 6 കോടി ഈ 4 സ്ഥലത്തും കൂടെ, 3 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയും കൂടെ. പിന്നെ അതിന്റെ കൂടെ ആണെങ്കിൽ ഈ PWD എന്തായാലും ഒരു 3-4 കോടി ഒരു വർക്ക് നമുക്ക് വർഷം പ്ലാൻ ഫണ്ടിൽ നിന്ന് തരുമല്ലോ, അതൊരു 10 കോടി ശശിയാണ്. അത് കഴിഞ്ഞാൽ ഒരു ബജറ്റ് വർക്ക്, അത് റോഡാവാം, കുടിവെള്ളമാവാം, ബിൽഡിംഗ് ആവാം, ഗ്രൗണ്ട് ആവാം, സ്കൂൾ ആവാം, കോളേജ് ആവാം, ടൂറിസം ആവാം, എന്താണ് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ബജറ്റ് വർക്ക് ഉറപ്പായിട്ട് ഒരു വർഷം കിട്ടും. അപ്പൊ അത് 15. അതുപോലെ SC ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ അംബേദ്കർ കോളനിക്ക് ഈ ഓരോ കോടി രൂപ വെച്ചിട്ട് ഒരു വർഷം തരും, അത് 17. പിന്നെ 1 ടൈം റോഡ് ഫണ്ടൊക്കെ ആയിട്ട് കുറച്ച് പൈസ അതിലേക്ക് കിട്ടും. അപ്പോൾ ഈ ചെറിയ സ്ഥലത്ത് ഇത്രയും പൈസ കിട്ടി ഇങ്ങനെ രാജാവായി നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് MP ആയപ്പോൾ ഈ 52 പഞ്ചായത്തിനും 5 മുനിസിപ്പാലിറ്റിക്കും 5 കോടി. ഓരോ വരവിൽ ഈ PK രാഷ്ട്രം പോലുള്ള ആൾക്കാർ 4 കത്ത് വീതം തരും. എന്നിട്ട് അത് MP-യോട് പറഞ്ഞിട്ടെന്ന് പറയും. ഇപ്പൊ റോഡിന്റെ കണക്ക് മാത്രം ഞാൻ എടുത്തപ്പോ 1403 അപേക്ഷ റോഡിന് മാത്രം ഏകദേശം കിട്ടിയിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ട്. കുടിവെള്ളവും ലൈറ്റും സ്കൂളും വാഹനവും അതൊക്കെ വേറെ. MP ഫണ്ടിൽ നിന്ന് 21 ലക്ഷം ഒരു വാർഡിന് തരാന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല പരിഗണന തന്നെയാണ് മുരളീധരൻ ഈ വാർഡിന് നൽകിയിട്ടുള്ളത്. അതിന് ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ ഇതിനു വേണ്ടി നീക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും 2 പേരും ഈ വർക്കിന് വേണ്ടി പൈസ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു നാടിന്റെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ നടത്തിയ ശ്രമം തീർച്ചയായിട്ടും അത് മാതൃകാപരമാണ്. അതിൽ രാകേഷോട് സൂചിപ്പിച്ചതുപോലെ, പ്രസിഡന്റ് ഇവിടെ ആവർത്തിച്ചതുപോലെ, അതിൽ ബാക്കി വരുന്ന തുക നമ്മൾ വേറെ എവിടെയും കൊണ്ടുപോകുന്നില്ല. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ അവകാശത്തിന് വേണ്ടി തന്നെ വിനിയോഗിക്കുമെന്നുള്ളത് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിന് നിങ്ങൾ തിരിയുന്നിടത്ത് ഇരുട്ടും മാറി കിട്ടാനുള്ള ചെറിയൊരു പണിയും കൂടെ നമ്മൾ എടുത്തിട്ട് കത്ത് വന്നവർ ഒരു പണിയും കൂടെ എടുത്തിട്ടുണ്ട്. ചെറിയൊരു ലൈറ്റ്, ഒരു മിനിമാസ്റ്റ് ലൈറ്റ് ഇവിടെ MP ഫണ്ടിൽ നിന്ന് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്.
പിന്നെ എന്നെ നമ്മുടെ പിന്നെ കനാൽ പാലത്തിന്റെ നന്ദത്തേരി റോഡില മരുതേരി പാണ്ടിക്കോട് ഹിമായത്ത് കൃഷ്ണ പള്ളിയുടെ മുൻവശത്തുള്ള ഒരു പാലത്തിന്റെ പാലം എന്നൊക്കെ പറഞ്ഞ ഒറ്റയടിക്ക് പ്രഖ്യാപിച്ച എം പിയുടെ ജീവൻ പോവുക.